ശബരിമലയിൽ ശ്രീകോവിലിന്റെ വാതിലിൽ സ്വർണം പൂശിയതിലും അന്വേഷണം വേണമെന്ന് ഹൈക്കോടതി. ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ രണ്ടാം ഘട്ട അന്വേഷണ റിപ്പോർട്ട് പരിഗണിച്ച ശേഷമാണ് ഹൈക്കോടതി ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ശബരിമലയിലെ സ്വർണത്തിലടക്കം ശാസ്ത്രീയ പരിശോധന നടത്താനും അനുമതി നൽകിയിട്ടുണ്ട്. നേരത്തെ വിജയ് മല്യ തനിത്തങ്കം പൂശിയ വാതിൽപ്പാളികൾ അഴിച്ചെടുത്ത് സ്വർണം പൂശാൻ കൊടുത്തുവിട്ടതിൽ അന്വേഷണം വേണമെന്നാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ പരമസ്വാതന്ത്ര്യം നൽകിയെന്നും ഇതിന് പിന്നിൽ ആരാണ് എന്നും അവരെ കണ്ടെത്തണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് വരും. അതിൽ മാത്രമേ തീരുമാനങ്ങളിൽ വ്യക്തത വരികയുള്ളൂ. ബുധനാഴ്ച രാവിലെ അടച്ചിട്ട കോടതി മുറിയിലാണ് SITയുടെ രണ്ടാം ഘട്ട അന്വേഷണ റിപ്പോർട്ട് പരിഗണിച്ചത്. SIT സംഘത്തിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ SPS ശശിധരൻ കോടതിയിൽ നേരിട്ട് ഹാജരായി. അദ്ദേഹത്തോട് കോടതി നേരിട്ട് സംശയങ്ങൾ ചോദിച്ചു, ഉത്തരങ്ങളും നൽകി. ശ്രീകോവിലിൽ പുതിയ വാതിൽ വെച്ചതിലും പോറ്റിയെ മുൻനിർത്തി വൻ തട്ടിപ്പ് നടന്നതായി സംശയിക്കുന്നുണ്ട്. ചെന്നൈയിൽ എന്താണ് നടന്നത് എന്ന് കൃത്യമായി അറിയണം. പോറ്റിക്ക് ഉദ്യോഗസ്ഥർ അമിത സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. പോറ്റി നടത്തിയ പല ഇടപാടുകളിലും ദേവസ്വം ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്തുവെന്നും പറഞ്ഞ കോടതി ദേവസ്വം ബോർഡിനെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു. ആരെല്ലാം സ്വർണ്ണക്കൊള്ളയുടെ ഭാഗമായോ അവരിലേക്കെല്ലാം അന്വേഷണം എത്തുക തന്നെ വേണം. ദേവന്റെ സ്വത്ത് സംരക്ഷിക്കുകയാണ് ദേവസ്വം ബോർഡിന്റെ ലക്ഷ്യം. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുമോ എന്ന് പരിശോധിക്കണമെന്നും SITയോട് ഹൈക്കോടതി പറഞ്ഞു. ആദ്യഘട്ടത്തിലെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ ഇനി പുറത്തു വരേണ്ടത് ഗൂഢാലോചനയാണ് എന്ന് കോടതി പറഞ്ഞിരുന്നു. 10 ദിവസത്തിനിടെ അന്വേഷണത്തിൽ എന്ത് പുരോഗതി ഉണ്ടായി എന്നും കോടതി വിലയിരുത്തി. SIT പിടിച്ചെടുത്ത മിനിറ്റ്സ് ബുക്സും കോടതി പരിശോധിച്ചു. മിനിറ്റ്സ് രേഖപ്പെടുത്തിയതിലും ക്രമക്കേടുണ്ട് എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ശബരിമല സ്വർണ്ണപ്പാളി കേസുമായി ബന്ധപ്പെട്ട് ബുധനാഴ്ച ദേവസ്വം വിജിലൻസും മറ്റൊരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കത്തിടപാടുകളെക്കുറിച്ച് റിപ്പോർട്ടാണ് ദേവസ്വം വിജിലൻസ് പുതുതായി സമർപ്പിച്ചത്. ഇതിലും നിർണായക തെളിവുകളുണ്ട് എന്ന് തന്നെയാണ് ലഭിക്കുന്ന സൂചന. SIT അന്വേഷണത്തിനൊപ്പം ദേവസ്വം വിജിലൻസും അന്വേഷണം നടത്തുന്നുണ്ട്. ദേവസ്വം വിജിലൻസ് സമർപ്പിക്കുന്ന 4ാമത്തെ റിപ്പോർട്ടാണ് ഇത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം കമ്മീഷണർ N വാസുവും പ്രതിപട്ടികയിലുണ്ട്. 3ാം പ്രതിസ്ഥാനത്താണ് വാസുവിൻ്റെ പേരുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി റിപ്പോർട്ടിലാണ് 2019 ദേവസ്വം കമ്മീഷണറായിരുന്ന വാസുവിൻ്റെ പങ്ക് വ്യക്തമാക്കുന്നത്. സ്വർണം പൊതിഞ്ഞ കട്ടിളപ്പാളി ചെമ്പുപാളിയാണ് എന്ന് മഹസറിൽ രേഖപ്പെടുത്തിയത് അന്നത്തെ ദേവസ്വം കമ്മീഷണർ N വാസുവിൻ്റെ ശുപാർശയിലാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടാകും റിപ്പോർട്ട് സമർപ്പിച്ചത്. നേരത്തെ വാസുവിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. വാസു 2 തവണ ദേവസ്വം കമ്മീഷണറും സ്വർണ്ണക്കൊള്ള നടന്ന മാസങ്ങൾക്ക് ശേഷം ദേവസ്വം ബോർഡ് പ്രസിഡന്റും ആയിരുന്നു.